ഹായ്, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു യാത്രയാണ്. 20 വർഷത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ഇന്ന് കൂടുകയാണ്. അതായത് ദുബായിൻ്റെ മണ്ണിൽ നമ്മൾ ആദ്യമായിട്ട് വന്ന ആ കൂട്ട്, ആ പാർട്ട്ണർഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പ് ഇന്ന് ഞങ്ങൾ പുതുക്കാൻ പോവാണ് 20 വർഷങ്ങൾക്ക് ശേഷം. അല്ലേ ചായ? അതായത് 2006 പ്രവാസി മണ്ണിലേക്ക് ഞങ്ങൾ ആദ്യം കാലുകുത്തുന്നത്. അപ്പോൾ അതിനിന്ന് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ കൂട്ടുകെട്ടിലെ കുറച്ച് ആളുകൾ, ദുബായിൽ ഇപ്പോൾ ഉള്ള, UAE ഇപ്പോൾ ഉള്ള കുറച്ച് ആളുകൾ ഇന്ന് ഞങ്ങൾ ദുബായ് ജബീൽ പാർക്കിൽ കൂടാൻ പോകുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങളെ കാണിക്കുന്നത്. ഇത് ജയനാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, എൻ്റെ കട്ടിൽമേറ്റ് ആയിരുന്നു, എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു 2 വർഷം. ഇൻഷാല്ലാ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ തുടരെ വരും. അപ്പോൾ ലെറ്റ്സ് വാച്ച്. 2006 ആദ്യമായി പ്രവാസ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരേ റൂമിലായിട്ടും അടുത്ത റൂമിലായിട്ടൊക്കെ താമസിച്ച കുറച്ച് സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഈ STS കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങൾ 20 വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോവാണ് ദുബായ് ജബീൽ പാർക്കിൽ വെച്ചിട്ട്. നമ്മൾ ഓർത്തു വെക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സൗഹൃദങ്ങൾ. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മിസ്റ്റർ ഉബൈദ്, ഈ നടന്നു വരുന്ന ആൾ. അതേ പ്രകൃതം. ഇത് റംഷാദ് ഭായ്. അത് റംഷാദാണ്. 20 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കാണാം. ഞങ്ങൾ ശബ്ദം കൊണ്ടും വീഡിയോ കൊണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, ടിക്ടോക്കിലും മറ്റൊക്കെ. അതുപോലെ നമ്മൾ ഉബൈദ്, ഞങ്ങളിപ്പോൾ ഇതാ മാഷാ അല്ലാഹ് എൻ്റെ സ്വന്തം സുഹൃത്ത്, കുടിയിരിക്കലിനും കല്യാണത്തിനും സൽക്കാരത്തിനും വരെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ അവിടെ ഫ്രെയിമിൻ്റെ അവിടെ എത്തി. ജബീൽ പാർക്കിലാണ്. ജയൻ നമ്മൾ കുടഞ്ഞുകൊണ്ട് 1-2 ആൾക്കാരൊക്കെ വരാൻ. ദുബായ് ഫ്രെയിമിൻ്റെ അവിടെ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ 20 വർഷം മുന്നേ ഞങ്ങൾ എങ്ങനെയായിരുന്നോ ആ ഒരു ഫീലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തുടങ്ങും പോലെ. ഭയങ്കര രസമുള്ളൊരു സൗഹൃദമായിരുന്നു കേട്ടോ. ഒരുപാട് തമാശകളുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു ചിരിക്കാൻ. ഇവൻ തട്ടിയതാ ഇവിടുന്ന് ബസ്സില്ല, ഈ ഫോട്ടോ എടുത്ത് ഈ നല്ല സെറ്റപ്പ് ആക്കി നിന്ന് ഫോട്ടോ എടുത്ത് ആരും അറിയാണ്ടല്ലേ. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ദാസേട്ടനും കൂടി ആ ചടങ്ങിലേക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഇത് ബഷീർ. കുറച്ച് ലേറ്റായിട്ടാണ് ആൾ വന്നത്. ഇതേ വൈബ് തന്നെ ആയിരുന്നു അന്നു കേട്ടോ. നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് വകുപ്പുകൾ തരും. ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടത് കൊണ്ടാവണം വിശേഷങ്ങൾ പറഞ്ഞിട്ടും തീരുന്നില്ലായിരുന്നു. സമയം പോയതറിഞ്ഞില്ല. പാർക്കിലെ കാഴ്ചകളൊന്നും കാണാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. സമയം ഒരുപാട് വൈകിയപ്പോൾ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. കടവ് റെസ്റ്റോറൻറ്റിലാണ് പോയത്, കറാമയിലുള്ള മനോഹരമായൊരു സദ്യ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇത്ര രുചിയോടെ ഞാനൊരു സദ്യ കഴിക്കുന്നത് ആദ്യമാണ്. എന്തായാലും സദ്യയ്ക്ക് ശേഷം വളരെ മനോഹരമായ ഒരു പായസവും അവർ വിളമ്പി. അതിൻ്റെ കൂടെ ഞങ്ങളുടെ കുറച്ച് നുറുങ്ങ് തമാശകളൊക്കെ ആയിട്ട് അന്നത്തെ ആ ദിവസം കഴിഞ്ഞു പോയതേ അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ പിരിയാൻ മനസ്സനുവദിക്കാതെ ഞങ്ങൾ പിരിയുമ്പോൾ ചിലരുടെയൊക്കെ കണ്ണ് നിറയുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിരുന്നു. ബഷീറിൻ്റെയും ഉബൈദിൻ്റെയും ഒക്കെ. കുറേ സമയം കറങ്ങി ഭക്ഷണം കഴിച്ചത് ഞങ്ങൾ പിരിയാണ്. ഇൻഷാല്ലാ നല്ലൊരു ദിവസം ഇനിയും നല്ല ഉഷാറായിട്ടൊന്ന് കൂടാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ.